ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ചിക്കൻ ബിരിയാണി. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഉള്ളിയും തക്കാളിയും മാത്രമേ ഉള്ളൂ. ഈ ഉള്ളിയും തക്കാളിയും മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ പോണത്. അപ്പൊ എന്നാ തുടങ്ങല്ലേ. പിന്നെ ഇതുപോലെ ഒരു കുക്കർ നമ്മൾ അടുപ്പത്ത് വെക്കുക. അപ്പൊ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഓയിൽ ഒഴിച്ചെടുക്കട്ടോ. ഇത്ര ഓയിലൊക്കെ വേണ്ടി വരുമായിരിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് നല്ല ഓണിയൻ അരിഞ്ഞത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള വെളുത്തുള്ളി നിങ്ങളെ ജീവിതത്തിൽ കണ്ടുക്കണം. കാണൂല, കാരണം ഇതിന്റെ കയ്യിലാണല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ ഇത് ചതക്ക് കേട്ടോ വേണ്ടത്. ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ പെരയിലുണ്ടായി അടുത്ത് കുത്തിക്കോ. അങ്ങനെ എന്താ പറയാ, അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കുത്തണം. മനസ്സിലായാ? നമ്മളെ ഫുൾ ബലം ഉപയോഗിച്ചിട്ട് വേണം കുത്താന്. ഇത് കുത്തുന്ന ടൈമിൽ തെറിച്ചു പോകാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ കെയർ കൊടുത്തിട്ടാണ് കുത്താൻ. കാരണം വെളുത്തുള്ളിക്കുമില്ലേ ആഗ്രഹം. ഏകദേശം ഇതാ ഇങ്ങനെ പൊടിച്ചെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഉള്ളിക്ക് ഈ ഒരു വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു സ്മെല്ല് വരാണ്ട്, ഒരു കിട്ടിയില്ല സ്മെല്ല്. നമുക്കിത് നല്ലോണം ഇറക്കി കൊടുക്കട്ടോ. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ നിങ്ങള്. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് കൂടുതൽ വേണം. സോ കുറച്ചിട്ട് കിടക്കട്ടെ. മുന്നേ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നത് ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കണത് കുക്കറിലാണ്. പക്ഷെ അത് കരിഞ്ഞു പോയി. അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിന്നെ ജഡ്ജ് ചെയ്യരുത്. ഇന്നൊരു സീന് ബിരിയാണിയാണ് ഇന്ന് പിറവിയെടുക്കാൻ പോണത് കേട്ടോ. ഇനി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇത് നല്ലോണം വാടിയിട്ട് വേണം നമുക്ക് ഇതിലേക്കുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ ഇടാൻ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇവിടെ വെക്കാറ് സ്ഥലമല്ലോ കേട്ടോ. എവിടെ വെക്കും അറിയണില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പറയണത്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഇടാനുള്ള സ്പൈസസ് ആണ് ഈ 2 സ്പൈസസ്. ഇതിൽ തലശ്ശേരി ബിരിയാണി മസാലയും പിന്നെ ചിക്കൻ മസാലയും ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ടേ. അപ്പൊ സാധാരണ പെരേക്ക് വരുന്ന സമയത്ത് ഉമ്മച്ചി ഇങ്ങനെ ഫ്രൂട്ട്സും പിന്നെ അതുമാതിരി ചിക്കന്, നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നോമ്പാണല്ലോ. നോമ്പിന്റെ റബ്ബേ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഇക്കും പടച്ചോനിക്കും മാത്രം അറിയുള്ളൂ. ഇന്റെ ബാഗില് ഞാനെന്ത് ഇവിടെ എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല. എന്റെ ബാഗിൽ അന്ന് പച്ചക്കറി, മറ്റേ ഫ്രൂട്ട്സ്, തൈര്, ഇങ്ങനത്തെ കുറേ പൊടികള്, പിന്നെ ചോറ്, മറ്റേ സാധാ അരി, നെയ്ച്ചോറിന്റെ അരി, പഴം, ഓറഞ്ച്, മറ്റേ പൂവമ്പഴം, അങ്ങനെ തുടങ്ങിയല്ലോ പെരീത്തെല്ലോ സാധനം എന്റെ ബാഗിലുണ്ടായിരുന്നു കേട്ടോ. അതല്ല കോമഡി. അപ്പൊ അന്ന് രാത്രി ഞാൻ നോമ്പറന്നിട്ട്, പെരീന്ന് വിളിക്കൂലേ നമുക്ക് എന്താ തിന്നോന്നൊക്കെ ചോദിച്ചു നോമ്പറന്നിട്ട്. അപ്പൊ നോമ്പറന്നിട്ട് പെരീന്ന് വെച്ച സമയത്ത് എന്തായാലും ഉപയോഗ തിന്നോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പറന്നു. ചോദിക്കാൻ വേറെ കേട്ടോ, എന്തേലും ഫ്രൂട്ട്സ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുന്നൊക്കെ തന്നെ അല്ല. അപ്പൊ എത്താ അപ്പം പറയാ, അല്ലാ കുമ്പൂട്ടിയും കൂടെ കൊണ്ടുപോയാ മതിയില്ലേ. ആ ബാഗ് ഓൾറെഡി എത്രണ്ട് നിക്കാനായിരുന്നു. അത്രയും കാണണ്ടേന് ആ ബാഗിൽ ഇനി കുമ്പുട്ടി കൂടെ വെച്ച ഞാൻ ചാവുമായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാട്ടോ. പിന്നെ അതായത് ബിരിയാണി മസാല ഞാൻ ഇത്ര ഇടട്ടോ. നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം വാടിയിട്ട് വേണേ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഇതേ ഞാൻ ചിക്കൻ ആഡ് ചെയ്തിട്ടാ. അപ്പൊ ഞാൻ പൊരിച്ച ചിക്കനാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കുറച്ചേ സ്പൈസസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പൊരിച്ച ചിക്കൻ അല്ല ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ പാകം നോക്കിയിട്ടിടണേ. സ്പൂണ് തൈര് ഇട്ട് കൊടുക്കട്ടോ. ഇത് എന്തിനാ തൈര് ഇടണമെന്ന് നമുക്കറിയില്ല. എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെ തൈര് ഇടണേ ഞാൻ കണ്ടുകണം. അപ്പൊ ഞാൻ അതുപോലെ അങ്ങനെ ആക്കി നോക്കണം. എന്ത് രസമാണ് കാണാൻ. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം അടിപൊളി ആയിരിക്കണം കേട്ടോ. എന്ത് രസാല കാണാൻ, മാഷാ അല്ലാഹ്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മസാല കൂടിയോ? ഏയ് ഇല്ലല്ലോ. കൂടിയോ ഗൈസ്? അറിയില്ല കേട്ടോ. പിന്നെ നിങ്ങളെ നോമ്പറൊക്കെ എങ്ങനെ പോകുന്നു? ബിരിയാണിക്ക് തൈരില്ലാണ്ട് എന്ത് ബിരിയാണിയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ തൈരും സെറ്റാക്കാം. നമ്മള് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കർ വിസിലടിച്ചിക്കണേ. പിന്നെ ഇതിങ്ങനെ തുറക്കാൻ പാടില്ലല്ലോ. ആ വിസിൽ ഇങ്ങനെ വെക്കണം. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്താ പാട് നോക്കട്ടോ.
സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നോമ്പിന്റെ സമയത്ത് എന്താ പറയാ കട്ടിൽമന്ന് ഇങ്ങോട്ട് നീച്ചാ അപ്പൊ തന്നെ എനിക്ക് തല ഇറങ്ങണ പോലൊക്കെ തോന്നും പെരയിലിട്ടോ. ഇവിടെ പിന്നെ അതാ ബിരിയാണി തൈര് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുക. കാണുന്നില്ലേ മമ്മി, കാണുന്നില്ലേ? അപ്പൊ ഏകദേശം ഇതിന്റെ വിസിലൊക്കെ പോയിക്കണമ്പോ തുറന്നോക്കട്ടോ. ഇമ്മേ സെറ്റ് സംഭവം റെഡിയായി, റെഡിയായി. പടച്ച റബ്ബേ എമ്മേ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം കല്ലം പോലൊക്കെ വന്നു. പക്ഷെ ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കി നമുക്ക് വിലയിരുത്താൻ ഒരിക്കലും പറ്റൂല. കാരണം ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോമ്പ് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. നല്ല മണക്ക വരണ്ടോ നോക്കടാ, എന്തൊരു രസം കാണാൻ തന്നെ. കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ? ഈ തൈര് കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് തുറന്നിച്ചോക്കാ. നോമ്പ് തുറക്കട്ടെ, ഒരു പൊള്ളിക്കും. എന്നാലും ലുബിനൊക്കെ ഇത്രയും കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. സെറ്റായി ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം റെഡിയാവും. എന്തായാലും സെറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇനി നോമ്പ് പറഞ്ഞിട്ട് വേണം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. മണത്തിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടടാ. ഉപ്പ് ഞാൻ കുറെ ഇട്ടിന്, ഉപ്പ് കൂടിയോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റൂല. നമുക്കിത് കഴിച്ചു നോക്കട്ടോ. ചിക്കൻ അത്ര ജ്യൂസി ആയിട്ടില്ലല്ലോ, റൈസ് ഭയങ്കര ജ്യൂസി ആയിക്കണേ. ഇനിയിപ്പോൾ വെള്ളം ഏറിയതാണോ നമുക്കറിയാട്ടോ. ഭയങ്കര ജ്യൂസി ആയിട്ട് നമുക്കിതിൽ തൈര് ഇങ്ങനെ കുറച്ച് മിക്സ് ചെയ്യാം. കഴിച്ചു നോക്കട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ വീഡിയോത്തെയും മാതിരിയും എല്ലാവരും കാട്ടണ മാതിരി ഞാൻ എക്സ്പ്രഷൻ കാട്ടണം. അടിപൊളി സാധനം മക്കളെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട സാധനം എന്ത്? ലുബ്നാസ് ബിരിയാണി. ഓ വിഷയം. സാധനം സത്യം ഞാൻ വിചാരിച്ചു ഉപ്പ് കൂടും, എന്തെങ്കിലും സാധനം കൂടുന്ന ഞാൻ വിചാരിച്ചിരുന്നു. പടച്ചോനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ കളറൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മസാല ഒക്കെ കൂടിയായി ഒരുമാതിരി. ഞാൻ എപ്പോഴാണെങ്കിലും മസാല കുറേ ഇട്ടിട്ട് ഭയങ്കര അങ്ങോട്ട് ഇതാക്കും. ഞാൻ വിചാരിച്ചു മസാല ഒക്കെ കൂടി ഒരുമാതിരി, മസാല കൂടി ഒരുമാതിരി കയ്പ്പൊക്കെ ഉണ്ടാവല്ലോ, അതുപോലെ ഇരിക്കുന്നു. പക്ഷെ ഒക്കെ പാകത്തിന് മാഷാ അല്ലാഹ് കറക്റ്റായിട്ട്. അടിപൊളി. വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട്. അപ്പം ആ തൈരും ആ അച്ചാറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ഇതാലോചിച്ച് വെക്കാം. അത്താഴത്തിനും ഇത് തന്നെ. നാളെ ഞാൻ വീഴ്ക്കൂല എന്ന് തോന്നുന്നു. നാളെ കാറും ഞാൻ വീഴ്ക്കൂല. ബിരിയാണിയിൽ തൈര് ഡഡ്ലി കോമ്പൗണ്ടിലേക്ക് ഇഷ്ടമല്ല. ബിരിയാണിക്ക് മറ്റേത് സുർക്ക. ബിരിയാണിക്ക് തൈരല്ല അടിപൊളി. നെയ്ച്ചോർക്ക് പക്ഷേ സുർക്ക, ബിരിയാണിക്ക് പക്ഷേ തൈര് വേണം. അത് ലാസ്റ്റ് പോയിട്ടോ. സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എത്തിരിട്ട് പോന്ന കേട്ടോ. ആദ്യം തന്നെ തട്ടറ കഴിഞ്ഞിട്ട് കുറച്ച് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോയിട്ടോ. പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി, അത്രേ ഉള്ളൂ. ഗതം. ആ
അപ്പോൾ ഗൈസ് ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങളും ട്രൈ ചെയ്യുക. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഹോസ്റ്റലിൽ PG അങ്ങനെയൊക്കെ മാറി നിൽക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡില റെസിപ്പിയാണിത്. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കിഡില സാധനമാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയും നേരം എന്നെ സഹായിച്ച് ചെയ്യാൻ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. അപ്പോൾ ഇനിയൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.